സ്ത്രീകൾ ഒരിക്കലും അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുമില്ല. കാരണങ്ങൾ പലപ്പോഴും വിചിത്രമായിട്ട് തോന്നാറുണ്ട്. അതിലേറ്റവും സങ്കടകരമായി തോന്നാറ് എപ്പോഴും ബാക്കി കുടുംബങ്ങൾക്ക് വേണ്ടി തൻ്റെ സ്വന്തം കാര്യം മാറ്റിവെക്കുന്ന ഒരു പ്രവണതയാണ് എപ്പോഴും കാണാറ്. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്ഥാനാർബുദമായിട്ട് വരുന്ന അമ്മ 3-4 പേരെങ്കിലും അവർ ചികിത്സ എടുക്കാതെ പോയവരുണ്ട്. അവരുടെ ഉത്തരം എന്തായിരിക്കും വെച്ചാൽ, മകളുടെ വിവാഹം നടക്കട്ടെ, പറ്റി ഞാൻ വരാം. അല്ലെങ്കിൽ ഭർത്താവിന് ഒരു പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകണം, അതിനുശേഷം ഞാൻ വരാം. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളൊന്നും ആലോചിച്ചാൽ കൊള്ളാം. എന്താണെന്ന് വെച്ചാൽ, അസുഖങ്ങൾ ഒരിക്കലും നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. അതുകൊണ്ട് പലപ്പോഴും ചാടുന്നത് വലിയ അപകടത്തിലേക്കാണ്. അതിന്റെ കണക്കുകളും വളരെ, പ്രത്യേകിച്ചും ക്യാൻസറിനെ കുറിച്ചുള്ള സ്ത്രീകളുടെ കണക്കുകൾ നിങ്ങൾ അറിയിക്കേണ്ട ചില കണക്കുകളുണ്ട്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതലായി കൂടിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ ആണെന്ന് വെച്ച് ഞാൻ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് സ്ഥാനാർബുദമാണ്, ബ്രസ്റ്റ് ക്യാൻസറാണ്. 3-1 സ്ത്രീ ക്യാൻസറുമായിട്ട് ഇന്ന് ഒ.പിയിൽ വരുന്നത് ബ്രസ്റ്റ് ക്യാൻസറായിട്ടാണ്. അത് മാത്രമല്ല, ഒരു ആവിഷ്കാരത്ത് 22 സ്ത്രീകളിൽ ഒരു സ്ത്രീക്ക് ഈ ക്യാൻസർ വരാനുള്ള സാധ്യതയില്ല. പക്ഷെ അതേ സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമുക്ക് ഒരു പരിധി വരെ തടയാൻ സാധിക്കുന്ന ക്യാൻസറാണത്. 100% പ്രാരംഭ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറാണ്. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വിജയസാധ്യത 100%. ഇപ്പൊ 2 ചോദ്യങ്ങൾ വരും. തടയാനുള്ള മാർഗങ്ങൾ, അവിടെ നമ്മുടെ ജീവിതശൈലി മാറ്റിയാൽ മതിയാവും. നമുക്ക് ഒരു തിരിച്ചുപോക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ആഹാര രീതികളിലും വ്യായാമം. നമുക്കിന്ന് ബർഗറും ഫ്രഞ്ച് ഫ്രൈസും അടങ്ങുന്ന ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നമുക്ക് ചീര വേണ്ട, തോരൻ വേണ്ട, അയ്യൽ വേണ്ട, പിണ്ടി വേണ്ട, അതൊന്നും നമുക്ക് വേണ്ട, കണ്ണിൽ നിന്ന് പോകാണ്. പ്രത്യേകിച്ചും വളർന്നു വരുന്ന യുവതലമുറ. അതിന്റെ പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് 50 വയസ്സ് 45 വയസ്സിന് മുകളിൽ മാത്രം കാണുന്ന ഈ ബ്രസ്റ്റ് ക്യാൻസർ ഇന്ന് 20 വയസ്സ് 25 വയസ്സ് ധാരാളം പെൺകുട്ടികൾ ഈ ക്യാൻസറുമായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. എല്ലാ ജീവിതശൈലി രോഗങ്ങളും ഇതേ കണക്കുകളാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വ്യായാമം, അത് അടുക്കളയിൽ തുടങ്ങുന്ന വ്യായാമം മാത്രമല്ല, പണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തുകൊണ്ടിരുന്ന പല വ്യായാമങ്ങളും നമ്മുടെ കണക്കിൽ നിന്നില്ല. അതുകൊണ്ട് തന്നെ കണക്കെടുക്കുമ്പോൾ അമിതവണ്ണമുള്ള കുട്ടികളുടെ എണ്ണം കൂടി വരികയാണ്. അതിന്റെ തുടർച്ച എന്നാണ് മാസമുറയിൽ വരുന്ന വ്യത്യാസങ്ങളും പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഒക്കെ പെൺകുട്ടികൾ കൂടി വരികയാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം പറഞ്ഞ കൂട്ടത്തില് തീർച്ചയായും സ്വന്തം ആരോഗ്യം എന്താണെന്നും അതെങ്ങനെ സംരക്ഷിക്കണമെന്നും അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള പഠനങ്ങൾ കൂടെ ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് ലഭിക്കണം.
അത് ആരംഭിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ്.